പരിശോധിക്കുന്നത് തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ്. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്തെ വെള്ളാനിക്കര സഹകരണ ബാങ്ക് ബ്രാഞ്ചിന് സമീപത്താണ് സംഭവം ഉണ്ടായത്. കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ആന്റണിയുടെ മൃതദേഹം തലയ്ക്കടിയേറ്റ് ചോര വാർന്ന നിലയിലാണ് കണ്ടെത്തിയത്. അരവിന്ദാക്ഷന്റെ മൃതദേഹം കണ്ടെത്തിയത് ബാങ്കിന് പുറകിലെ കാനയിൽ നിന്നും. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ആദ്യഘട്ടത്തിൽ 2 ദുരൂഹ മരണം എന്ന രീതിയിലായിരുന്നു. പിന്നീട് ഇത് ആത്മഹത്യക്ക്, കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. എന്തായിരിക്കാം കൊലപാതകത്തിനുള്ള കാരണം? എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടോ? ടോം, തൃശൂർ കാർഷിക സർവകലാശാലയ്ക്ക് ഉള്ളിലുള്ള വെള്ളാനിക്കര സഹകരണ ബാങ്കിലായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. രാവിലെ ബാങ്ക് വൃത്തിയാക്കാൻ വന്ന ജീവനക്കാരിയാണ് ബാങ്കിന് സമീപത്തായി, ബാങ്കിന്റെ മുൻവശത്തായി മരിച്ച നിലയിൽ, അതും തലയിൽ രക്തം വാർന്ന നിലയിൽ മരിച്ച രീതിയിൽ ആന്റണിയെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ സമീപത്തുള്ളവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. അവർ എത്തി പരിശോധിച്ചപ്പോൾ തന്നെ ആന്റണി മരിച്ചതായി അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് എത്രയും വേഗം പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ സമീപ പ്രദേശത്ത് തന്നെ, അതായത് ഈ ബാങ്കിന് അടുത്തൊരു ചാലുണ്ട്, ആ ചാലിൽ മരിച്ച നിലയിൽ അരവിന്ദാക്ഷനെ കണ്ടെത്തി. അരവിന്ദാക്ഷന്റെ മൃതദേഹത്തിന് സമീപം വിഷക്കുപ്പിയും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളൊരു നിഗമനത്തിൽ, അരവിന്ദാക്ഷന്റേത് ആത്മഹത്യയാണെന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി. പിന്നീട് പോലീസ് നടത്തിയ കൂടുതൽ പരിശോധനയിലാണ് അരവിന്ദാക്ഷൻ ആന്റണിയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തതെന്ന് കണ്ടെത്തുന്നത്. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്: ഈ ബാങ്കിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെയും കൂടി അവിടെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ആന്റണി അവിടെ എത്തിയത്. അരവിന്ദാക്ഷൻ 3 വർഷമായി ബാങ്കിന്റെ തന്നെ സെക്യൂരിറ്റിയാണ്. ഈ രാത്രികാലങ്ങളിലൊക്കെ സ്ഥിരമായി പണികൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാളെ കൂടി സെക്യൂരിറ്റിയായി നിയമിച്ചത്. അങ്ങനെ ആന്റണി ആ ബാങ്കിൽ സെക്യൂരിറ്റിയായി വന്നിട്ട് 4 മാസമായിട്ടേ ഉള്ളൂ. ഈ പണി കഴിഞ്ഞതിന് ശേഷം ഒരാളെ പിരിച്ചുവിടാനും തീരുമാനിച്ചിരുന്നു, ഒരാളെ സ്ഥിരമാക്കാനും തീരുമാനിച്ചിരുന്നു. ഇവർക്ക് ഇടയിൽ അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. കാരണം അരവിന്ദാക്ഷനാണ് 4 വർഷമായി ആ ബാങ്കിലെ തന്നെ സെക്യൂരിറ്റിയായി ജോലി ചെയ്തു വരുന്നു. ആന്റണി ആകട്ടെ 4 മാസമേ ആയിട്ടുള്ളൂ. ഇവർക്കിടയിൽ ഒരു വാക്കുതർക്കമുണ്ടായി. കാരണം ഇത് സ്ഥിരപ്പെടുത്തുന്നത് ഒരാളെ മാത്രമായിരിക്കും, മറ്റൊരാളുടെ ജോലി പോകും. ഇതിന്റെ ഭാഗമായി ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബാങ്കിലുള്ളവരും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ പരസ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാഗ്വാദത്തിലേക്ക് പേരിലുള്ള കൊലപാതകമായി മാത്രം ഇതിനെ കാണാമോ? ഒരു ആസൂത്രിതമായ കൊലപാതകമായി കാണേണ്ടതല്ലേ? അതിന്റെ സൂചനകളിൽ ലഭ്യമായത്. കാരണം ഇത്തരത്തിൽ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നു, അതും വിഷക്കുപ്പി സമീപത്ത് നിന്ന് കണ്ടെത്തുന്നു. കൃത്യമായ ഒരു ഈ ആന്റണിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നോ അരവിന്ദാക്ഷൻ അവിടെ എത്തിയത്? അങ്ങനെ തന്നെ നമുക്ക് കരുതാം. കാരണം കയ്യിൽ വിഷക്കുപ്പി കരുതിയിരുന്നു അരവിന്ദാക്ഷൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാൻ അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് അവിടെ എത്തിയതും. അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു, ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ഒരു തർക്കം ഇന്നലെ രാത്രി നിലനിന്നിരുന്നു. ഈ തർക്കത്തിനൊടുവിൽ തന്നെയാണ് അരവിന്ദാക്ഷൻ ആന്റണിയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് വിഷം കഴിച്ചിട്ടാണ്. ഇതിൽ നിന്നൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാകും അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു കൃത്യം ചെയ്യാൻ വേണ്ടി ഒരു മുൻവൈരാഗ്യം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ ജോലി തർക്കവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ഇവർക്കിടയിൽ ഈ ഒരു സംസാരം നടന്നിരിക്കണം. ഇതിന്റെ ഭാഗമായി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഈ ആന്റണിയെ കൊലപ്പെടുത്തുക, അതിനുശേഷം ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അരവിന്ദാക്ഷൻ എത്തിയത്. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും പോലീസ് സ്ഥലത്തെ CCTV അടക്കം പരിശോധിക്കുന്നുണ്ട്. ഈ ബാങ്കിലെ CCTV, ഒപ്പം തന്നെ
കോളേജ് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ഇവർ തമ്മിൽ തർക്കങ്ങൾ നടക്കുന്നതോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്നതോ ആയിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിക്കുമെന്നുള്ള ഒരു സൂചന കൂടി പോലീസ് പറയുന്നുണ്ട്. കാരണം ഈ ബാങ്കിന്റെ മുൻവശത്തായിട്ടാണ് ആന്റണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയുള്ള ഒരു CCTV ഉണ്ട്. അത് പരിശോധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാൻ കഴിയുമെന്നാണ് പോലീസും കരുതുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഇന്ന് രാവിലെ അവിടെ നടന്നിരിക്കുന്നത്. ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ആന്റണിയുടെ തലയിൽ മാരകമായിട്ട് അടിയേറ്റിട്ടുണ്ട്. കമ്പി ഉപയോഗിച്ച് തലയ്ക്ക് മാരകമായി അടിച്ചു എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണത്തിൽ പോലീസിന് മനസ്സിലായിട്ടുള്ളത്. എന്നാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മരണകാരണം ഈ തലക്കേറ്റ പരിക്ക് തന്നെയാണോ, രക്തം വാർന്നുള്ള മരണമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തത പോലീസിന് ഉണ്ടായിട്ടുണ്ടോ, ലഭ്യമായിട്ടുണ്ടോ? കാരണം ആ സമയത്ത് കൊലപാതകം നടക്കുന്ന സമയത്ത് അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? ദൃക്സാക്ഷികൾ സ്വാഭാവികമായി ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം. നവമി സൂചിപ്പിച്ചതുപോലെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ നീക്കങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരം ഇന്നലെ വൈകുന്നേരം നടക്കാനാണ് ഇത് സാധ്യത. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ബാങ്ക് അവധിയായതിനാൽ ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. രാത്രി സമയത്ത് എപ്പോഴെങ്കിലും നടക്കാനാണ് ഇത് സാധ്യത. കാരണം പകൽ സമയങ്ങളിൽ ക്യാമ്പസോ അല്ലെങ്കിൽ ബാങ്കൊക്കെ അടച്ചിരുന്നതായതുകൊണ്ട് ആ പ്രദേശത്തേക്ക് ആരും തന്നെ വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഏത് സമയത്താണ് ഇവർ കൊല്ലപ്പെട്ടത്, ഏത് സമയത്താണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളത്. പോസ്റ്റ്മോർട്ടത്തിൽ റിപ്പോർട്ടിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പോലീസിന്റെ നിഗമനം അനുസരിച്ച് ഇന്നലെ രാത്രി ആയിരിക്കണം ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. അത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. ദൃക്സാക്ഷികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാരിയാണ് ആദ്യമായി ആന്റണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് ഇത് സമീപത്തുള്ളവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അരവിന്ദാക്ഷനെ സമീപ പ്രദേശത്തുള്ള ഒരു ചാലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് വിഷക്കുപ്പിയും കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും പോലീസ് CCTV ശേഖരിക്കുന്നുണ്ട്, അതിന്റെ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഉടൻ തന്നെ നമുക്കത് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസുമായി ഇത് സംബന്ധിച്ചുള്ള CCTV ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പോലീസ് ആ CCTV ബാങ്കിലെയും ക്യാമ്പസിലെയും അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സമീപത്ത് പ്രദേശത്തുള്ള CCTVകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിൽ കൃത്യമായി സമയമടക്കം അറിയാൻ സാധിക്കും. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിലെ കൃത്യമായിട്ടുള്ള ഉത്തരം പോലീസിനും നൽകാൻ സാധിക്കുകയുള്ളൂ. ഈ ബാങ്കിലെ ജീവനക്കാരുടെയൊക്കെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാൽ അവർ പറയുന്നത് ഇവർ തമ്മിൽ ചെറിയൊരു തർക്കം നിലനിന്നിരുന്നതായി കണക്കാക്കുന്നു. പക്ഷേ വലിയ രീതിയിൽ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു തർക്കം ഇവർ തമ്മിലൊന്നും അവിടെ ഇതുവരേക്ക് നടന്നിട്ടില്ല. പക്ഷേ ഈ ജോലി നിയമനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അത് സമീപവാസികളും അതോടൊപ്പം തന്നെ ബാങ്കിലെ ജീവനക്കാരും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് അരവിന്ദാക്ഷൻ കടന്നതെന്നൊരു നിഗമനത്തിലാണ് പോലീസും. എന്തായാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വെള്ളാനിക്കരയിലാണ് 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം ജീവനെടുക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.